ഒരു ദിവസം എന്തെല്ലാം കഴിച്ചാൽ മതിയാവും. അപ്പോഴേ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നെന്ന് ഒന്ന് കണ്ടാലോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. ക്യാരറ്റാണ് മൊത്തം എന്ന് വെച്ചാൽ പച്ചക്കറികളെല്ലാം തീർന്ന്. രാവിലെ ദോശയ്ക്ക് ഇവർക്കത് ഒത്തിരി ഇഷ്ടമാണ് സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. ക്യാരറ്റിൻ്റെ കൂടെ കുറച്ച് തക്കാളിയുണ്ട്, പിന്നെ പച്ചവളവും ഉള്ളി, ഇത്രയൊക്കെ ഉള്ളേ. അപ്പോൾ നമ്മുടെ സാമ്പാർ അടുപ്പിലോട്ടങ്ങ് വെച്ച്, പിന്നെ തുമരപ്പയറും ഉണ്ട് കേട്ടോ. ഇത് ദോശയ്ക്ക് മാത്രമേ കൊള്ളത്തുള്ളൂ, ചോറിനൊന്നും കഴിക്കാനൊരു ടേസ്റ്റും കാണത്തില്ല. ക്യാരറ്റ് മാത്രമാകുമ്പോൾ ഒരു മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ദോശയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. പച്ചക്കറി എല്ലാം തീർന്നിട്ട് വാങ്ങാനായിട്ട് പോയില്ലെന്നേ, നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ പകൽ സമയത്ത് നമുക്ക് ഭയങ്കര ചൂടാണ്, പുറത്തോട്ടൊന്നും പോകാനേ പറ്റത്തില്ല. ഇരുട്ട് വീണാലേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഏട്ടന് സമയം കിട്ടിയതുമില്ല സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. സാമ്പാറെന്ന് വിളിക്കാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ക്യാരറ്റ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഗുണമുള്ള സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 വിസിലങ്ങ് കേൾപ്പിച്ച് നന്നായിട്ട് വെന്ത് ഉടച്ചങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇവർക്കിങ്ങനെ ഇത്തിരി ലൂസായിട്ടിരിക്കണം, എന്നാലല്ലേ ദോശയിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പിന്നെ രാവിലത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു കേട്ടോ. ചായയും ഇട്ടു, ദോശയും ചെറിയൊരു സാമ്പാറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറികളെല്ലാം തീർന്നു പോയി, സാധനങ്ങളെല്ലാം ഒന്നും ഇല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇവർക്ക് ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് സൂചി ഗോതമ്പ് ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് അത് ഉപ്പാവ് ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് എന്നിട്ടും അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഭവ്യക്കുട്ടിയുടെ വക ഒരു കേക്കാണ് കേട്ടോ. ഇത് പിന്നെ ഭവ്യക്കുട്ടിയുടെ ഒരു സ്ഥിരം പരിപാടിയാണേ. അവൾ ഇടയ്ക്കിടയ്ക്ക് അമ്പാടിച്ചനിങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുക്കും. കൊള്ളാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉച്ചത്തടം അങ്ങ് കഴിഞ്ഞു കേട്ടോ. ചോറ് പിന്നെ ആരും കഴിച്ചില്ല, വെച്ചതുമില്ല പിന്നെ ഞാൻ. അപ്പോൾ വൈകുന്നേരത്ത് വീണ്ടും നമുക്ക് എല്ലാവർക്കും വിശക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ചോറിനെക്കാട്ടി ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളാണ് കൂടുതലും വേണ്ടുന്നത്. ചോറിനൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോറൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി ചായയൊക്കെ ഇട്ടു. അപ്പോൾ അത് നമ്മുടെ വൈകിട്ടത്തെ പരിപാടി അങ്ങനെ അങ്ങ് അവസാനിച്ചു. അപ്പോഴും എല്ലാവർക്കും വിശപ്പൊക്കെ അങ്ങ് മാറി പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി ഇനി എന്താ പരിപാടി എന്നുള്ളത് ഏട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞു. കുറച്ച് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കറി വയ്ക്കാനൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു ആൾക്ക് ഭയങ്കര തിരക്ക്, നോക്കട്ടെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഇവിടെ ചോറ് വെച്ചിട്ടില്ല, അപ്പോൾ ചോറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നേ പറ്റുമെന്ന്. അങ്ങനെ പിന്നെ ആൾക്ക് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറേ താമസിച്ചു. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു മീൻ വേണോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞേ താമസിച്ചാലും വേണ്ടിയല്ല, ഇവിടെ എല്ലാവരും മീനൊക്കെ ആണെങ്കിൽ കഴിച്ചോളും, ചോറ് കഴിച്ചോളും, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മീൻ കറിയും ചോറും ആക്കി കേട്ടോ. രാത്രി ഒത്തിരി ലേറ്റായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് ആണ് കാണിച്ചേക്കുന്നത്, എന്തൊക്കെ വെച്ചു കഴിച്ചു എന്നൊക്കെയുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് പറയണേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.